എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 രണ്ട് ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് അതിന് തൊട്ട് താഴെ മറ്റൊരു ചോദ്യം കാണാം, അതൊന്ന് ചെയ്തു നോക്കാം. എന്താണ് ചോദ്യം? When a small vessel was filled and emptied 5 times and a big one 2 times into a bucket, it contains 20 liter. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ, ഒരു ചെറിയ പാത്രം അല്ലെ, ഒരു ചെറിയ പാത്രത്തിൽ 5 പ്രാവശ്യവും പിന്നെ വലിയ പാത്രത്തിൽ 2 പ്രാവശ്യവും വെള്ളം നിറച്ചിട്ട് അത് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചപ്പോൾ ആ ബക്കറ്റിൽ എത്ര വെള്ളം ഉണ്ടായി? ആ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളമായി. ഇനി എന്താണ് അടുത്തത്? ഇൻസ്റ്റെഡ് വെൻ ദിസ് വാസ് ഡൺ ട്വൈസ് വിത്ത് എ സ്മോൾ വെസൽ ആൻഡ് ത്രൈസ് വിത്ത് എ ബിഗ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 90 ലിറ്റർ. ഇനി ചെറിയ പാത്രത്തിൽ 2 പ്രാവശ്യവും അതുപോലെ വലിയ പാത്രത്തിൽ 3 പ്രാവശ്യവും നിറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചപ്പോൾ എത്ര ലിറ്ററായി? അപ്പോൾ അത് 19 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ക്യാൻ ഈച്ച് വെസൽ ഹോൾഡ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെച്ച് വെള്ളം കൊള്ളും? ഇതാണ് ചോദ്യം. 2 ചെറിയ പാത്രങ്ങൾ പറഞ്ഞില്ലേ, ആ 2 ചെറിയ പാത്രങ്ങളിൽ എത്ര വെള്ളം വെച്ച് കൊള്ളും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യം എല്ലാവരും ക്ലിയർ ആയി അല്ലേ? അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് നമ്മുടെ 2 പാത്രങ്ങളാണെന്ന് വിചാരിക്കുക. ഒരു ചെറിയ പാത്രം, ഒരു വലിയ പാത്രം അല്ലേ. ആ ചെറിയ പാത്രം നോക്കിയാൽ ഫുള്ള് വെള്ളം എടുത്തു. ഫുള്ള് വെള്ളം എടുത്തിട്ട് ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്തു? ആദ്യത്തെ പ്രാവശ്യം 5 പ്രാവശ്യം അല്ലേ, 5 പ്രാവശ്യം നിറച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു. പിന്നെയോ ഇതാണ് നമ്മുടെ വലിയ പാത്രം. ഇതിലും ഇതേപോലെ തന്നെ ഫുള്ള് വെള്ളം എടുത്തു. മനസ്സിലായല്ലോ? ഫുള്ള് വെള്ളം അങ്ങനെ 5 അല്ല, ഇത് 5 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം അല്ലേ. ഇത് 5 പ്രാവശ്യം നിറച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു. ഇത് 2 തവണ ഇത് ഫുള്ള് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു അല്ലെ, ഈ വലിയ ബക്കറ്റിലേക്ക് ഒഴിച്ചു. അപ്പൊ ഇത് 20 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ ഇത് നോക്കുമ്പോൾ 20 ലിറ്റർ വെള്ളം ഉണ്ട്. പിന്നെയോ ഈ വെള്ളം ഒഴിവാക്കി പിന്നെ എന്ത് ചെയ്തു? ഇത് നമ്മുടെ ചെറിയ പാത്രത്തിൽ 2 പ്രാവശ്യം നിറച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ വലിയ പാത്രത്തിൽ 3 പ്രാവശ്യം വെള്ളം നിറച്ചു, എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ വെള്ളം എത്ര ഉണ്ട്? 19 ലിറ്റർ വെള്ളം ഇതിലുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 2 പാത്രത്തിൽ ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെച്ച് വെള്ളം കൊള്ളും? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ക്ലിയർ ആയി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ എത്ര കൊള്ളും, ഇതിൽ എത്ര കൊള്ളും, ഇതാണ് അല്ലെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ എക്സ് ലിറ്റർ വെള്ളം കൊള്ളും, എക്സ് ലിറ്റർ വെള്ളം കൊള്ളും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇതിലാണെങ്കിലോ, ഇതിൽ നമുക്ക് ഈ പാത്രത്തിൽ വൈ ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് വിചാരിക്കാം. വൈ അല്ലേ. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എക്സ് ആണ്, ഇതിന്റെ കപ്പാസിറ്റി വൈ ആണ്. അപ്പോൾ അത് ക്ലിയർ ആയി അല്ലേ? ഇനി എന്താ മറ്റുള്ളത്? 5 പ്രാവശ്യം ഇതിൽ വെള്ളം നിറച്ചു അല്ലേ. അപ്പൊ 5 പ്രാവശ്യം ഇതിൽ നോക്കിയാൽ ഇതിൽ എക്സ് ആണ് ഇതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്. അങ്ങനെ 5 പ്രാവശ്യം എത്രയായി? 5x ആയി അല്ലേ. 5x നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോണ്. 5x ഒരു പ്രാവശ്യം നിറച്ചു കഴിഞ്ഞാൽ എക്സ് വെള്ളം ഉണ്ടാവും. 5 പ്രാവശ്യം നിറച്ച് ഇതിൽ കുഴിച്ചു കഴിഞ്ഞാൽ 5x അല്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാം. 5x 5x പിന്നെയോ ഇത് അല്ലെ, ഇതിൽ വൈ ലിറ്റർ വെള്ളം കൊള്ളും. വൈ ആണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര പ്രാവശ്യം എടുത്തു? ആദ്യത്തെ പ്രാവശ്യം 2 പ്രാവശ്യം വെള്ളം നിറച്ചു വെച്ചു അല്ലെ. അപ്പൊ 2 പ്രാവശ്യം ആകുമ്പോൾ 1 പ്രാവശ്യം വൈ വെള്ളം. അപ്പൊ 2 പ്രാവശ്യം ആകുമ്പോൾ 2 ഇൻറ്റു വൈ അല്ലെ. അപ്പൊ 5x പ്ലസ് 2y അല്ലെ. അപ്പൊ എത്ര ലിറ്റർ വെള്ളമായി ഇതിൽ? ഈ വലിയ പാത്രത്തിൽ 20 ലിറ്റർ വെള്ളം. മനസ്സിലായല്ലോ? അപ്പൊ 20. ക്ലിയർ ആയല്ലോ? 5x അതായത് ഇതിൽ 5 പ്രാവശ്യം വെള്ളം എടുത്തിട്ട് ഇതിൽ കുഴിച്ചപ്പോൾ 5 ഇൻറ്റു എക്സ് പ്ലസ് ഇതിൽ 2 പ്രാവശ്യം വെള്ളം എടുത്ത് നിറച്ചു. അപ്പൊ 2 ഇൻറ്റു വൈ. അപ്പൊ ഇത് കൂട്ടിയപ്പോൾ അല്ലെ മൊത്തം എത്ര വെള്ളം കിട്ടി? ഇതിൽ 20 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു അല്ലെ. ഇതാണ് ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? ഇതിൽ 2 പ്രാവശ്യം വെള്ളം നിറച്ചു അല്ലെ. ചെറിയ പാത്രത്തിൽ 2 പ്രാവശ്യം വെള്ളം നിറച്ചിട്ട് ഇതിൽ ഒഴിച്ചു. പിന്നെ വലിയ പാത്രത്തിൽ 3 പ്രാവശ്യം വെള്ളം നിറച്ച് ഇതിൽ ഒഴിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ എത്ര വെള്ളം ഉണ്ട്? 19 ലിറ്റർ വെള്ളമാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇതേപോലെ ക്വസ്റ്റൻ എഴുതാലോ. ഇതിൽ 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചല്ലേ, 2 പ്രാവശ്യം. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എക്സ് ആണ്. അപ്പൊ 2 പ്രാവശ്യം ആണെങ്കിൽ 2 ഇൻറ്റു എക്സ് അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത് എഴുതാൻ പോകുന്നത് 2x പ്ലസ് പിന്നെയോ ഈ വലിയ പാത്രത്തിൽ 3 പ്രാവശ്യം എടുത്തു അല്ലെ. അപ്പൊ 3 ഇൻറ്റു വൈ 3y. കാരണം അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഓരോ സെന്റൻസ് വായിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ 3y ഈക്വൽ ടു എത്ര ലിറ്റർ വെള്ളം കൊണ്ടുപോകും? 19 ലിറ്റർ വെള്ളം കൊണ്ടുപോകും. കണ്ടാ? അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ കിട്ടിയാൽ മതി. ഇത്രയുള്ള കാര്യം.
അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്കിതിൽ എക്സിനെയോ വൈനെയോ ഒഴിവാക്കണം ആദ്യം, അല്ലേ? ആദ്യത്തെ ഘട്ടം അതാണ്. ഇവിടെ നമുക്ക് എക്സിനെ നോക്കിയാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 5, ഇവിടെ 2. ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ? സെയിം ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ 2, ഇവിടെ 3. ഇത് രണ്ടും സെയിം അല്ല, അല്ലേ? അപ്പോൾ ഇതിനെയും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിനെ ഇതിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കണം, അല്ലേ? ഇപ്പൊ 2x നമുക്ക് 5x ആക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കണം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് ഓർമ്മയില്ലേ? അല്ലെങ്കിൽ ഈ 2y 3y ആക്കാൻ പറ്റുമെന്ന് നോക്കണം, അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയാൽ 2നെ നമുക്ക് ഏതുകൊണ്ടെങ്കിലും ഗുണിച്ചു കഴിഞ്ഞാൽ 5 കിട്ടുമോ? 2 × 1 2, 2 × 2 4, 3 × 2 6, അല്ലേ? ഇവിടെ നമുക്ക് പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് 2നെ നമുക്ക് 5 ആക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നോക്കി വൈനെ നമുക്ക് 2, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, അല്ലേ? അപ്പൊ 2 × 2 4 ആണ് വരെ, അല്ലേ? അപ്പൊ നമുക്ക് 2നെ നമുക്ക് 3 ആക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ ഇവിടെ ഇതേ വിഷയം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നോക്കിയേ? ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, അല്ലേ? ഈ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. ഇതിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണല്ലോ, 2, അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക, 2. ഈ 2 കൊണ്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനും അങ്ങോട്ട് ഗുണിക്കാം. മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ എല്ലാവരെയും നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു നോക്കിയാൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ ഇൻറ്റു, അല്ലെ? നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ സൈഡിൽ എഴുതിയിടാം. ഇൻറ്റു ഏതുകൊണ്ട്? 2 എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിന്റെ കോഎഫിഷ്യന്റ്, മനസ്സിലായില്ലേ? 2. അപ്പൊ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും നോക്കിയാൽ? 2 × 5x, അല്ലെ? 2 × 5x എത്രയാണ്? 10x. ഇനി പ്ലസ് 2 × 2y 4y സീക്വൽ ടു 2 × 20 40. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി, അല്ലേ? അപ്പൊ ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇതിന്റെ കോഎഫിഷ്യന്റിനോട് ഗുണിച്ചു, അല്ലേ? ഇതിന്റെ കാരണം മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം നോക്കിയാൽ നേരെ തിരിച്ച് ഈ ഇക്വേഷനെ ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുന്നു, കണ്ടാ? ഇനി നമ്മൾ നേരെ തിരിച്ചു ചെയ്യുന്നു. കാരണം രണ്ടാമത്തെ ഇക്വേഷനെ ആര് കൊണ്ട് ഗുണിക്കുന്നു? ഈ 5 കൊണ്ട് ഗുണിക്കുന്നു. അതായത് ഈ 2 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, 5 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 2നെ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഗുണിക്കുന്നു, 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? 5 × 2x എത്രയാണ്? 10x പ്ലസ് 5 × 3y 15y സീക്വൽ ടു 5 × 19. 5 × 19 എന്ന് പറഞ്ഞാൽ 95, അല്ലെ? 95. കണ്ട, ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയി വന്നു, കണ്ട? ഇവിടെ 10 വന്നു, ഇവിടെ 10 വന്നു. ഇനി നമുക്ക് 10 എക്സിന് ഒഴിവാക്കാലോ? ഒഴിവാക്കാം. ക്ലിയർ ആയല്ലോ? ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം, അല്ലെ? ഒഴിവാക്കാൻ അറിയാം, എക്സിനെ ഒഴിവാക്കാൻ അറിയാം, അല്ലെ? നമ്മൾ എക്സിനെ ഒഴിവാക്കാൻ പോവാണ്. എങ്ങനെ ഒഴിവാക്കേണ്ടത്? 10x ന്ന് 10x കുറച്ച് കഴിഞ്ഞാൽ എക്സ് ഒഴിവായിപ്പോയി, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നോക്കിയാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം, അല്ലേ? അപ്പൊ നമുക്ക് വലുത് നോക്കിയാൽ ഇവിടെ 95 വലുത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4ൽ നിന്ന് 3നെ കുറയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 3നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ എഴുതാം ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് -3, അല്ലേ? അതായത് 4ൽ നിന്ന് 3നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 10xൽ നിന്ന് 10x കുറയ്ക്കുന്നു. 10x ന്ന് 10x കുറച്ച് കഴിഞ്ഞാൽ 0, അല്ലെ? ഇനി 15yൽ നിന്ന് 4y കുറച്ചാൽ എത്ര കിട്ടും? 11y, അല്ലെ? അപ്പൊ ഓക്കെ, 11y സീക്വൽ ടു 95ൽ നിന്ന് 40 കുറച്ചാലോ? 55. അപ്പൊ 11y സീക്വൽ ടു 55, അല്ലെ? അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? 55/11, അല്ലെ? 55/11 സീക്വൽ ടു 5. കണ്ടാ? അപ്പൊ നമുക്ക് yയുടെ വാല്യൂ കിട്ടി 5. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ എടുക്കാം. ഇത് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം. അതിൽ ഏറ്റവും ചെറിയ ഇക്വേഷൻ ഇതാണ്, അല്ലേ? നമുക്ക് വളരെ എളുപ്പമുള്ള ഇക്വേഷൻ 5x + 2y = 20. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഈ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ് ഇക്വേഷൻ? 5x + 2y = 20, അല്ലേ? അപ്പൊ 5x + 2y, അല്ലെ? 2 × yയുടെ വാല്യൂ നമുക്ക് കിട്ടി 5. അപ്പൊ 5x + 2 × 5 = 20. 5x + 5 × 2 10, അല്ലെ? = 20. അപ്പൊ ഇനി നമുക്ക് 5x = 20. ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ -10 = എത്ര കിട്ടി? 10. അതിൽ നമുക്ക് x കണ്ടുപിടിക്കാം, അല്ലേ? അപ്പൊ എന്ത് വരും? x = ഇവിടെ ഉള്ളത് 10, ഇവിടെ ഇൻറ്റു 5 ആണ്, അതുകൊണ്ട് /5, അല്ലേ? = 2.
അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പാത്രത്തിന്റെ കപ്പാസിറ്റി അല്ലേ. അപ്പൊ 2 ലിറ്റർ. ചെറിയ പാത്രത്തിന്റെ കപ്പാസിറ്റി 2 ലിറ്റർ. വലിയ പാത്രത്തിന്റെ കപ്പാസിറ്റിയോ 5 ലിറ്റർ അല്ലെ. 5 ലിറ്റർ. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ എന്ത് എഴുതണം? കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസൽ ഇസ് ഈക്വൽ ടു 2 ലിറ്റർ. കപ്പാസിറ്റി ഓഫ് ബിഗ് വെസൽ അല്ലെ. ബിഗ് വെസൽ ഇസ് ഈക്വൽ ടു 5 ലിറ്റർ അല്ലെ. അങ്ങനെ എഴുതാം. ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? എന്താണ് ചോദ്യം? 2 കിലോഗ്രാം ഓറഞ്ചിനും അതുപോലെ തന്നെ 3 കിലോഗ്രാം ആപ്പിളിനും കൂടിയിട്ട് എത്ര രൂപയാണ്? 520 രൂപയാണ്. പിന്നെയോ 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും കൂടിയിട്ട് 480 അല്ലെ 480 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ ഓറഞ്ചിന്റെ വില എത്രയാണ്? 1 കിലോ ആപ്പിളിന്റെ വില എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില എക്സ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില വൈ ആണെന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. അപ്പൊ നോക്കിയാൽ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് അല്ലെ. 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില നമുക്ക് എക്സ് രൂപയാണെന്ന് വിചാരിക്കാം. ഇനി അതുപോലെ നമുക്ക് നോക്കിയാൽ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ അല്ലെ. ആപ്പിൾ അതിന് നമുക്ക് വൈ രൂപയാണെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ചോദ്യത്തിൽ നോക്കിയാൽ 2 കിലോഗ്രാം ഓറഞ്ച് അല്ലെ. 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് രൂപയാണെങ്കിൽ 2 കിലോഗ്രാം ഓറഞ്ചിന് എത്രയായിരിക്കും? 2 × x 2x അല്ലെ. 2x കണ്ട, വളരെ സിമ്പിൾ ആണിത്. അപ്പൊ നമുക്ക് 2x ശ്രദ്ധിച്ച് ചെയ്യാം. 2x കണ്ട. ഓക്കെ. ഇനി 3 കിലോഗ്രാം ആപ്പിൾ. അപ്പൊ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില വൈ ആണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിന്റെ വില എത്രയായിരിക്കും? 3y അല്ലെ. അപ്പൊ 2x + 3y അതിന് രണ്ടും കൂടി എത്ര രൂപയായി? 520 രൂപയായി അല്ലെ. അപ്പൊ 520. ഇനി അടുത്ത എന്താണ് മറ്റുള്ളത്? 3 കിലോഗ്രാം ഓറഞ്ച്. 1 കിലോഗ്രാം ഓറഞ്ചിന് എക്സ് ആണെങ്കിൽ 3 കിലോഗ്രാം ഓറഞ്ചിന് 3x അല്ലെ. അപ്പൊ അടുത്ത് നമുക്ക് 3x പ്ലസ് പിന്നെ ആപ്പിൾ എത്ര വാങ്ങി? 2 കിലോഗ്രാം ആപ്പിൾ അല്ലെ. 2 കിലോഗ്രാം ആപ്പിൾ. അപ്പൊ 2y 2 × y 2y അതിന് എത്ര രൂപയായി? 480 രൂപയായി അല്ലെ. അപ്പൊ 480 കണ്ടില്ലേ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 2 ഇക്വേഷൻ അങ്ങോട്ട് കിട്ടി. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അതുപോലെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആരെയാണ് ഒഴിവാക്കേണ്ടത്? എക്സിനെയാണോ വൈനെയാണോ ഒഴിവാക്കാൻ പറ്റിയെന്ന് നോക്കണം അല്ലെ. ഇവിടെ നോക്കിയാൽ എക്സ് കോഎഫിഷ്യന്റ് 2, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3. രണ്ടാളും ഒഴിവായി പോവില്ല അല്ലെ. പെട്ടെന്ന് ഒഴിവായി പോവില്ല. ഇവിടെ വൈയുടെ 3 എക്സിന്റെ 2 അല്ലെ. ഇവിടെയും എന്താണ് പ്രശ്നം? ഇവിടെയും വ്യത്യാസമാണ്. രണ്ടാളും ഒഴിവായി പോവില്ല. അപ്പൊ എക്സും പോവില്ല, വൈയും പോവില്ല അല്ലെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മാർഗം എന്താന്ന് നോക്കാറ് അല്ലെ. 2നെ നമുക്ക് 3 ആക്കാൻ പറ്റുമോ നോക്കണം അല്ലെ. അപ്പൊ 2നെ നമുക്ക് നോക്കിയാൽ ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 × 2 2, 2 × 2 4 അല്ലെ. അപ്പൊ നമുക്ക് പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആവില്ല. ഇവിടെയും നോക്കിയാൽ ഇതിന് വൈനെ ഈ 2നെ 3 ആക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ അതും നടക്കില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു അല്ലെ. എന്താണ് ചെയ്തത്? അതായത് ഈ ആദ്യത്തെ ഇക്വേഷനെ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ മൊത്തമായിട്ട് അങ്ങോട്ട് ഗുണിക്കുക അല്ലെ. നമ്മൾ ഇപ്പൊ ചെയ്ത് നിർത്തിയാണിത്. അതായത് ഇക്വേഷൻ നമ്പർ 1നെ ശ്രദ്ധിക്കുക. ഇക്വേഷൻ നമ്പർ 1നെ ഈ 3 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ. 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് കൂട്ടി നോക്ക്? 3 × 2 ഇത് മൊത്തം ഗുണിക്കുന്നു. 3 × 2x എത്രയാണ്? 6x പ്ലസ് 3 × 3y അല്ലെ 9y ഈക്വൽ ടു 3 × 520. എത്ര വരും? 3 × 0 0, 3 × 2 6, 3 × 5 15 അല്ലെ 15. അപ്പൊ നമുക്ക് 1560 കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനെ ആരുകൊണ്ട് ഗുണിക്കണം? ഇതിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുക അല്ലെ. അതായത് നോക്കിയാൽ ആദ്യത്തേതിനെ ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ രണ്ടാമത്തേതിനെയോ ആദ്യത്തേതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗുണിക്കുന്നു. ക്ലിയർ ആയില്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, ഇതുകൊണ്ട് ഇതിനെയും ഗുണിക്കുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ. ഇപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഈ 3 കൊണ്ട് ഗുണിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ മറിച്ച് ഗുണിക്കാൻ പോകണം. ഈ 2 കൊണ്ട് ഗുണിക്കുന്നു. × 2
ഇവിടെ ഇൻറ്റു 3 എഴുതാൻ വിട്ടുപോയി, ഇൻറ്റു 3 അല്ലേ? ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു നമ്മൾ? രണ്ടാമത്തെ ഇക്വേഷൻ ഈ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയത്, ഇക്വേഷൻ 2നെ 2 കൊണ്ട് ഗുണിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 × 3x എത്ര വരും? 6x പ്ലസ് 2 × 2y 4y ഈക്വൽ ടു 2 × 480 അല്ലേ? 2 × 480 എത്രയാണ്? 960, 960. നമുക്ക് ഒരു പണി ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1, 2 ഇതിന് നമുക്ക് 3 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് 4 എന്ന് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് എക്സിന് ഒഴിവാക്കാൻ അറിയാലോ, ഇതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്നിൽ നിന്ന് അടുത്തത് മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം അല്ലേ? വലുത് ഏത് നോക്കിയാൽ ഇവിടെ 1560 ഇവിടെ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ? അതാണ് നമുക്ക് കുറയ്ക്കാൻ എളുപ്പം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4നെ നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ ഇതാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഇപ്പോൾ ആദ്യത്താണ് വലുത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുക ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 4നെ മൈനസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ 6x നിന്ന് 6x പോയി കഴിഞ്ഞാൽ എത്രയായി? 0. 9y നിന്ന് 4y പോയി കഴിഞ്ഞാൽ എത്രയായി? 5y. ഇനി 1560 മൈനസ് 960 അല്ലേ? എത്ര കിട്ടും നമുക്ക്? 0, 0, 15 9 പോയി കഴിഞ്ഞാൽ 6 അല്ലേ? 600 കിട്ടി. അപ്പോൾ 5y = 600. അങ്ങനെയാണെങ്കിൽ y = 600. ഈ 5 മുട്ട് വരുമ്പോൾ ബൈ 5 അല്ലേ? ഇൻറ്റു എന്നുള്ളത് ബൈ ഹരിക്കലായി മാറി. അപ്പോൾ എത്ര വരും? 600/5 അല്ലേ? 600/5 ഒരു പ്രാവശ്യം 120 അല്ലേ? 120. അപ്പോൾ ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഹരിച്ചെന്നെ നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, 600 ഹരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നവരെന്ത് ചെയ്യണം? 600 ഹരിക്കണം എത്രയാണ്? 5 അല്ലേ? അതിൽ ഒരു പ്രാവശ്യം 1 × 5 5 മൈനസ് ചെയ്തു, കുറച്ചിട്ട് 1 കിട്ടി, പിന്നെ 0 നമ്മൾ ഇറക്കിയിട്ടു. 10ൽ 5 2 പ്രാവശ്യം അല്ലേ? ഓക്കെ. അപ്പോൾ 2 × 5 10. ഇനി എന്താ ഉള്ളത്? ഒരു 0 കൂടി ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ആ 0 കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി 120 അല്ലേ? ഓക്കെ. അപ്പോൾ ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടാം? ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ അതിൽ ഇട്ട് കൊടുത്താൽ മതി. 2x പ്ലസ് 3y = 520 അല്ലേ? ആദ്യത്തെ ഇക്വേഷൻ എടുത്തു. ഇനി അതിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈക്ക് പകരം 120 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2x പ്ലസ് 3 × y 120 = 520 അല്ലേ? അപ്പോൾ 2x പ്ലസ് 3 × 120 എത്രയാണ്? 360 അല്ലേ? 360 = 520 അല്ലേ? നമുക്ക് 2x മാത്രം ഇവിടെ നിർത്താം. അപ്പോൾ 2x = 500. അവിടെ ഉള്ളത് 520. ഈ 360 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 360. അപ്പോൾ എത്ര കിട്ടും? 520 നിന്ന് 360 കുറച്ച് കഴിഞ്ഞാൽ 160 അല്ലേ? 160 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 160 ഈ 2/2 അല്ലേ? /2 = 80. പീസ് മനസ്സിലായില്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് 1 kg ഓറഞ്ച്, കിലോഗ്രാം ഓറഞ്ച് 80 rupees. പിന്നെയോ പ്രൈസ് ഓഫ് വൈ അല്ലേ? പ്രൈസ് ഓഫ് 1 kilogram ആപ്പിൾ = 120 rupees. അതേ രൂപത്തിൽ എഴുതി വയ്ക്കാം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അതിൽ നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.